നാം എല്ലാവരും ഭാഗമാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന കോട്ടക്കൽ രണ്ടത്താണിയിലെ ശാന്തിഭവനം അതിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. നാം എല്ലാവരും ഈ ബൃഹത് പദ്ധതിയുടെ ഭാഗമാവണമെന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിൽ പ്രവർത്തിക്കുന്ന ശാന്തിഭവനത്തെക്കുറിച്ച് ഇതിനകം നിങ്ങൾ അറിഞ്ഞിരിക്കും. പലവിധ കാരണങ്ങളാൽ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വരുന്ന കുട്ടികളെ അവരെ എല്ലാവിധ സംരക്ഷണവും നൽകി ഏറ്റെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ശാന്തിഭവനം. ഇവിടെ 3 സ്ഥാപനങ്ങളാണ് ഈ ക്യാമ്പസിൽ വർക്ക് ചെയ്യുന്നത്. ജനിച്ച ആ ദിവസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടേതാണ് ഒന്ന്. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടേതും അതേ ഏജിലുള്ള പെൺകുട്ടികളുടേതും, അങ്ങനെ 3 സ്ഥാപനമാണ് ഈ ക്യാമ്പസിലുള്ളത്. ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് നല്ലവരായ ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായത്തോടു കൂടിയാണ്. സർക്കാരിൽ നിന്നോ ഇതര ഏജൻസികളിൽ നിന്നോ ഈ സ്ഥാപനത്തിന് യാതൊരു സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല. ഒരു മാസം ഏകദേശം 6 ലക്ഷത്തിലധികം രൂപ ഇപ്പോൾ നിലവിലുള്ള ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ ചിലവ് വരുന്നുണ്ട്. ഇത്രയും വലിയ ഒരു തുക ചിലവ് വരുന്നുണ്ടെങ്കിലും അതൊക്കെ നടന്നു പോകുന്നത് നല്ലവരായ ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായത്തോടു കൂടിയാണ്. ഇന്ന് ഈ സ്ഥാപനം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. അതായത് സെറിബ്രൽ പാൾസി, ഓട്ടിസം, മെൻ്റലി റിട്ടാർഡഡ് ഒക്കെ ആയിട്ടുള്ള ജനിതക രോഗങ്ങൾ വന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ റെസിഡൻഷ്യലായി ഏറ്റെടുക്കുന്ന ഒരു പ്രൊജക്റ്റിനായി ശാന്തിഭവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനായി ശാന്തിഭവനെ തൊട്ടടുത്ത് 1 ഏക്കറിലധികം സ്ഥലം വിലക്ക് വാങ്ങുകയും അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. ഇനി അതിലേക്ക് ആവശ്യമായ ബിൽഡിംഗ് സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ ബിൽഡിംഗ് പ്ലാനുകളൊക്കെ വരച്ചു. 16,000 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ആ ബിൽഡിംഗ് ഉള്ളത്. 1 സ്ക്വയർ ഫീറ്റിന് 2,000 രൂപ വെച്ച് 16,000 ആളുകൾ സഹകരിക്കുകയാണെങ്കിൽ ഈ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. സമൂഹത്തിൻ്റെ പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ സമയത്ത് ഇതിനായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്തുള്ള രണ്ടത്താണിയിൽ പ്രവർത്തിക്കുന്ന ശാന്തിഭവനം എന്ന സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വർഷങ്ങളായി ശാന്തിഭവനം എന്ന ഈ സ്ഥാപനം ഇവിടെ രക്ഷിതാക്കളില്ലാതെ അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടുന്ന കുട്ടികളെയും റോഡിൽ അലഞ്ഞു തിരിയുന്ന രക്ഷിതാക്കളില്ലാത്ത കുട്ടികളെയും കൊണ്ടുവന്ന് വളർത്തി അവർക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ശാന്തിഭവനം. ശാന്തിഭവനത്തിൻ്റെ ഒരു പുതിയ പദ്ധതി തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിലേക്കുള്ള ധനസമാഹരണത്തിന് ഒരു വലിയ ഭീമമായ സംഖ്യ ആവശ്യമാണ്. അതിലേക്ക് 1 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ 2,000 രൂപ എന്ന നിരക്കിൽ 16,000 ആളുകളിൽ നിന്നും സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ട് കിട്ടുകയാണെങ്കിൽ നാം ഉദ്ദേശിച്ച മാതിരി നല്ലൊരു ബിൽഡിങ് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഒരാൾ മിനിമം തരേണ്ടത് 2,000 രൂപയാണ്. അങ്ങനെ 16,000 ആളുകളെയാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഈ സംരംഭവുമായി സഹകരിക്കണമെന്ന് എൻ്റെ വിനീതമായ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു.